ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാറ്റർഡേ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് മജ്ബൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് മജ്ബൂസ് ഉണ്ടാക്കുന്നത്, തട്ടിക്കൂട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ ഇന്ന് അത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ, ഫുൾ വീഡിയോ കുക്കിംഗ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ നമ്മൾ തീ കൂട്ടിയിട്ട് ഇതുപോലെ മഞ്ഞയും ഉപ്പും നാരങ്ങ നീരും മാത്രം ഇട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് നമ്മൾ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കണം. വറുക്കെന്ന് പറയുമ്പോൾ തീ കൂട്ടിയിട്ട് ചെറിയ നല്ലവണ്ണം ഒന്ന് മൂക്കണ്ട, അല്ലാതെ പുറം മാത്രം ഇതായിട്ടുള്ള ആക്കിയെടുക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ഇച്ചിരി ഒന്ന് വാടി വന്നു, ഇച്ചിരി ഒന്ന് മൂക്കുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് എല്ലാ കൈകൊണ്ടാണ് ഇടുന്നത്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തുക ഇടൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ അതുപോലെ എടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ രണ്ട് നാരങ്ങ കൂടെ ഇടും. ഇതിൻ്റെ കൂടെ നമുക്കിനി 2 തക്കാളി അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത് കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ച് ഇച്ചിരി നേരം ഈ തക്കാളി ഒന്ന് ഇതായിട്ട് അരിഞ്ഞ് വരണം. നമുക്ക് അടച്ചു വെച്ച് തക്കാളി ഒന്ന് ഇതായി വരാൻ വേണ്ടി തക്കാളി ഇട്ട് നമ്മൾ അടച്ചു വെച്ചു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് മജ്ബൂസ് മസാല ഇടണം. അതിന് മുന്നേ നമുക്ക് മാഗി ക്യൂബ് ഇടണം. മാഗി ക്യൂബ് ഇതൊരു 2 എണ്ണം നമുക്കിങ്ങനെ പൊടിച്ചിടണം. രണ്ടെണ്ണം പൊടിച്ച് നമ്മൾ ഇതിലേക്ക് നമുക്കിത് അടച്ച് വയ്ക്കും. കുറച്ചുകൂടി നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ല അരിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. തക്കാളിയൊക്കെ റെഡിയായിട്ട് നമുക്ക് മജ്ബൂസ് മസാല ഇടാം. മജ്ബൂസ് മസാല 2 സ്പൂൺ മജ്ബൂസ് മസാല. ഇച്ചിരി ബാക്കി വെച്ചില്ല. 1.25 കൂടുതൽ 2 തന്നെ 2 അതെന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ചിക്കൻ കാണും നമ്മളെല്ലാ പ്രാവശ്യവും വെക്കുന്നത്.
അപ്പോൾ ഈ പ്രാവശ്യം ചിക്കൻ ഇച്ചിരി കുറവാണ്. ഒരു കിലോ ചിക്കനെ കാണത്തുള്ളൂ. എപ്പോഴും വെച്ചപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ കാണും. 2 പീസായിട്ട് വെച്ചിരിക്കുന്നതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിലൊരു 4 പീസിൻ്റെ ചിക്കനായിട്ട് നമ്മൾ ഒരു 6 പീസിൻ്റെ ചിക്കൻ കാണും. 4 പീസ്. അപ്പോൾ ഇനി അരി ഇടുകയാണ് നമ്മൾ. 3 ഗ്ലാസ് അരിയാണ്. ഗ്ലാസ് അരി നമ്മളിതിലോട്ട് നമുക്ക് നല്ല ഒന്നും വെക്കുക. ഇനി നമുക്കിതിലോട്ട് 3 ഗ്ലാസ് അരിക്ക് നമ്മൾ 6 ഗ്ലാസ് വെള്ളം ഇതാക്കിയതാണ് കേട്ടോ. 6 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം. 6 ഗ്ലാസ് ചൂടുവെള്ളം നമ്മൾ ഈ അരിയിലേക്ക് ഇട്ടു. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം അതൊഴിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് പൊരിച്ചതാണ് ചെറുതായിട്ട്. പക്ഷെ നമ്മൾ സവാളയിൽ ഒരു ചെറിയ ഉപ്പിട്ട് കൊടുത്തു. പക്ഷെ അതുപോലെ നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഇടാം. ഉപ്പ് പോരാ, ചൂട് ഉപ്പ് വേണം. ഇനി നമ്മളിത് മൂടി വെച്ച് ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ ഇടാം. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കും. അതിൻ്റെ എണ്ണയും വെള്ളവും ഇല്ലാണ്ട് നമ്മളിലോട്ട് ഇട്ടു. അല്ലെങ്കിൽ ഇളക്കുക. ഇനി നമുക്കിത് അടച്ച് വെക്കും. അടച്ച് വെച്ചിട്ട് നമ്മളിതിൻ്റെ തീ കുറച്ച് കൊടുക്കും. ഒരു മീഡിയം സൈസിൽ തീ വയ്ക്കും. മീഡിയം സൈസിൽ തീ വെച്ച് അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഭയങ്കര മഞ്ഞായിരുന്നു രാവിലെ. ഇന്ന് കുറവുണ്ട് മഞ്ഞ്. ഇന്നലെയും ഇച്ചിരി മഞ്ഞ് വീഴ്ച കുറവുണ്ടായിരുന്നു. ഇപ്പം വീണ് കിടക്കുന്ന മഞ്ഞുകളെല്ലാം ഇപ്പം ഇങ്ങനെ ഇപ്പം മൂടി കിടക്കുക. വെയിലില്ല, ചെറിയ ഇതായിട്ട് ഇങ്ങനെ അലിഞ്ഞ് പൊക്കോണ്ടിരിക്കുക മഞ്ഞെല്ലാം. ഭയങ്കര തണുവുണ്ട്, നല്ല തണുപ്പാണ്. തണുപ്പ് ഭയങ്കര. നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ ഇത്രയും തണുപ്പില്ല. പക്ഷേ ഇത് ഭയങ്കര തണുപ്പായിരുന്നു. അവിടുത്തെ ഹീറ്ററിന് നല്ല ചൂടായിരുന്നു. ഇവിടെ ഹീറ്ററിന് എല്ലാം എത്തുന്നില്ല. ചൂട് മുകളിലും താഴെയും കൂടെ
ഇച്ചിരി ഒന്ന് കുറവാണ്. അപ്പോൾ തണുപ്പുണ്ട്, അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടാൻ നിൽക്കുന്നത്. നല്ല തണുപ്പാണ്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളെ മജ്ബൂസ് എന്തായെന്ന് നമുക്ക് നോക്കാം. മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. ഇളക്കാം വന്നിട്ടുണ്ട്. ചൂട് ഇരിക്കാം. ഇനി നമുക്കിതിൻ്റെ മീതെ കുറച്ച് മല്ലിച്ചെപ്പ് കൊടുക്കാം. മല്ലിച്ചെപ്പ് ഒരു 4 പച്ചമുളക് ഇങ്ങനെ താത്ത് വെച്ചിടും. താത്ത് വെച്ചിടും. 4 പച്ചമുളക്. ഇത് നമ്മളിനി മൂടി വെക്കുന്നത് ഇങ്ങനെ ഇരിക്കും. അത് വെച്ച് റെഡിയായി. ഇത് കുറച്ച് നേരം കൂടെ ഇങ്ങനെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആ പച്ചമുളകൊക്കെ ഒന്ന് ആവി കയറി, മല്ലിച്ചെപ്പിലൊക്കെ ഒന്ന് ആവി കയറി ഒന്ന് റെഡിയാക്കി നമുക്കെടുക്കാം. വേസ് ഇവിടെ മഞ്ഞൊക്കെ അലിഞ്ഞ് ഇത് ഞങ്ങളുടെ കണ്ടോ, ഞങ്ങളുടെ അടുക്കള ഭാഗമാണ്. ഇത് കണ്ടോ, അടുക്കളയിൽ നിന്ന് ഞങ്ങൾ ആ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലം ഇത് കണ്ടോ. അവിടെ മഞ്ഞ് കിടക്കുമായിരുന്നു. മഞ്ഞെല്ലാം അലിഞ്ഞിട്ടുണ്ട്, അലിഞ്ഞലിഞ്ഞ് പോകുന്നുണ്ട് മഞ്ഞുണ്ട്. അങ്ങനെ വിൻഡോയിൽ ഇതുവരെ ഉണ്ടായിരുന്നു. വിൻഡോയിൽ ഇതുവരെ മഞ്ഞായിരുന്നു. ഇപ്പോൾ അലിഞ്ഞലിഞ്ഞ് അത് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. മുറ്റത്തൊക്കെ മഞ്ഞ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഞ്ഞ് വീഴും. നല്ല മൂടി കിടക്കുക, വെട്ടമില്ല കണ്ടോ, നല്ല മൂടി കിടക്കുക. ഇവിടെ ഇപ്പോൾ ഉച്ച സമയമായിട്ടുള്ളൂ, 2 മണി ആയിട്ടില്ല. പക്ഷേ മഞ്ഞിങ്ങനെ ഒന്ന് കറുത്ത് വരുന്നുണ്ട്. മഞ്ഞ് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അറിയില്ല. നല്ല മൂടലുണ്ട്. ഇന്നലെയും മൂടലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ പറ്റും. ഇങ്ങോട്ട് ഇത് വിൻഡോ തുറന്നാൽ നല്ല തണുപ്പാണ്. ഇത് രക്ഷയില്ലാത്ത തണുപ്പാണ്. നമ്മൾ അതുകൊണ്ട് തണുത്ത സമയത്ത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് മജ്ബൂസ് ഉണ്ടാക്കണേ. അപ്പുറം വെച്ച് എല്ലാ ആഴ്ചയും ഉണ്ടാക്കുമായിരുന്നു. എല്ലാ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മജ്ബൂസ് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം. അപ്പോൾ ഈ തണുത്ത സമയത്ത് ചൂട് മജ്ബൂസ് കഴിക്കാൻ നല്ല, മരുമോന് നല്ല ഇഷ്ടമാണ് മജ്ബൂസ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ബിരിയാണിയെക്കാട്ടി മജ്ബൂസാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് മജ്ബൂസ് ഉണ്ടാക്കണം. ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ ബിരിയാണിയായിരുന്നു, മരുമോ ഉണ്ടാക്കുമായിരുന്നു. ബിരിയാണി എല്ലാ ആഴ്ചയും ബിരിയാണിയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മജ്ബൂസായി മാറി. ഹീറ്റർ ഇട്ടിട്ടുണ്ട്. ഹീറ്ററിൽ നിന്ന് നല്ല ചൂട് വരുന്നുണ്ട് കേട്ടോ. ഹീറ്റർ ഇതിനിങ്ങനെ നല്ല ചൂട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീട്ടിനകത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. പുറത്ത് നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് പുറത്ത്. അപ്പോൾ നമ്മളെ മജ്ബൂസ് എന്തായെന്ന് നോക്കാം. മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വന്നിട്ടുണ്ട് മജ്ബൂസ്. നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോളും
മരുമോനും ഇവിടെ ഇല്ല, അവർ പുറത്ത് പോയേക്കുവാണ് സാധനങ്ങൾ മേടിക്കാൻ. കൊച്ചും ഞാനേ ഉള്ളൂ. അപ്പോൾ അവന് കൊടുക്കാം ഫസ്റ്റ് മജ്ബൂസ്. കണ്ണപ്പന് തന്നെ കൊടുക്കാം. മജ്ബൂസ് നല്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ണപ്പന് കുറച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ കണ്ണപ്പന് കൊടുക്കാം. കണ്ണാ ആ ഫുഡ് കഴിക്കാൻ. കണ്ണന് മജ്ബൂസ് കൊടുക്കാൻ പോകുന്നു. ബായ്. ഇവിടെ സാധനങ്ങളൊന്നും എല്ലാം നമ്മൾ ശരിയാക്കിയെന്ന് വെച്ചിട്ടില്ല, എല്ലാം ഇങ്ങനെ വാരി ഇട്ടേക്കുവാണ്. ഒന്നും ശരിയാക്കിയെന്ന് വെച്ചിട്ടില്ല. ഞങ്ങൾ ജാനുവരി 1 ഇങ്ങോട്ട് മാറിയത്. കുറച്ചായിട്ട് സാധനങ്ങൾ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ണൻ മജ്ബൂസ് കഴിക്കാൻ വന്നു. കണ്ണൻ ടാബും കൊണ്ട് വന്നു. ടാബ് നോക്കിയാണ് കണ്ണൻ മജ്ബൂസ് കഴിക്കുന്നത്. കണ്ണന് മജ്ബൂസ് കൊടുക്കാം.